ഹായ്, വെൽക്കം ബാക്ക് ടു അബി സുഷൻ. നമ്മളെല്ലാവരും നമ്മുടെ ഫോണിൽ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെ. വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഫോണൊക്കെ നല്ല സ്റ്റൈലിഷ് ആക്കിയിട്ട് അടിപൊളിയാക്കി കളർഫുൾ ആക്കാൻ നമുക്ക് ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു അടിപൊളി ഓപ്ഷൻ വാട്സ്ആപ്പിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആ ഓപ്ഷൻ വന്നതാണ് മുൻപ്, പക്ഷെ അതിന്റെ ഒരു അപ്ഡേഷൻ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ എല്ലാ വീഡിയോസും എന്റെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും ദിവസവും കാണുക. എല്ലാം പുതിയ പുതിയ അപ്ഡേറ്റുകളാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് നോക്കിയിട്ട് ചെയ്യുക. മാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. വാട്സാപ്പിൽ വന്നിരിക്കുന്ന വളരെ നല്ലൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ ഫോണ്, പ്രത്യേകിച്ച് നമ്മൾ വാട്സപ്പ്, ഫേസ്ബുക്ക് ഒക്കെ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് കൊണ്ടുനടക്കാൻ ആഗ്രഹമുള്ള ആളുകളായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളൊന്നും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറിയതിനു ശേഷം വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വാട്സപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിലും അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വാട്സപ്പിൽ തന്നെ ഓട്ടോ അപ്ഡേറ്റ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ കുറെ ഫ്രണ്ട്സിന്റെ പ്രൊഫൈൽസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് 3 ഡോട്ട്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് പറഞ്ഞ ഓപ്ഷൻ കാണാം. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് താഴേക്ക് വന്നാൽ സെറ്റിംഗ്സ് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കുറെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് വേണ്ടത് അപ്ഡേറ്റ് വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ ചാറ്റ്സിലാണ്. ചാറ്റ്സിൽ ഒന്ന് പോയി നോക്കാം. ചാറ്റ്സിൽ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് കൂടി അതിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഡാർക്ക് തീം, ലൈറ്റ് തീം ആക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഡിസ്പ്ലേയില്. അപ്പൊ നമ്മൾക്ക് അതൊന്നും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. എപ്പോഴും നമ്മൾ കണ്ടില്ല, ഇവിടെ ഡാർക്ക് തീമാണ് ഞാൻ ആക്കി വെച്ചത്. അപ്പൊ കണ്ണിന് നല്ലൊരു കൂളിംഗ് എഫക്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കൂ, ലൈറ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, കണ്ണ് വല്ലാതെ നമുക്ക് വല്ലാതൊരു ഡിസ്റ്റർബൻസ് നമുക്ക് വരും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഈ ഡാർക്ക് തീമിലേക്ക് മാറ്റി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വാൾപേപ്പർ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് സാധാരണ ഇതിന് മുൻപ് നമുക്ക് കളർ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീംസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടില്ലേ, നമുക്ക് പല പല തീംസുകൾ വരുന്നുണ്ട്. ആ തീമുകൾ നമുക്ക് നമ്മുടെ ചാറ്റ്സിന്റെ തീമാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല രസകരമായിട്ട് നമുക്ക് വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ബോറടിക്കാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ നമുക്കിവിടെ അതിന്റെ ആ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഏറ്റവും മുകളിൽ പോയിട്ട് നമുക്ക് ആ ടിക്ക് മാർക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ വാട്സപ്പില് പെർമനന്റ് ആയിട്ട് അവിടെ നിൽക്കുന്നതാണ്. അതിന്റെ താഴെയായിട്ട് ഇപ്പൊ പുതിയതായിട്ട് വാൾപേപ്പർ, പുതിയ കുറച്ച് വാൾപേപ്പേഴ്സ് വന്നിട്ടുണ്ട്. ആ വാൾപേപ്പർ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ചാറ്റ്സിന്റെയും ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് ആ വാൾപേപ്പേഴ്സ് വന്നു നിൽക്കും. നമുക്ക് കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഡിഫറെന്റ് ആയിട്ടുള്ള പല പല വാൾപേപ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഒരു ഇലയുടെ ചിത്രമൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഒരു കണ്ടില്ലേ, ഗോൾ പോസ്റ്റിന്റെ അവിടെയുള്ള ആ ഒരു ലൈൻസ് ഒക്കെ കാണിക്കുന്നത്, അങ്ങനെ പല പല സ്റ്റൈലുകളുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് അതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കി നോക്കാം. വളരെ വളരെ നല്ല ഓപ്ഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ഈ തീമുകൾ അതുപോലെ തന്നെ വാൾപേപ്പേഴ്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ഫോൺ ഒന്ന് കളർഫുൾ ആക്കിയിട്ട് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അറിയിക്കാനും മറന്നു പോകരുത്. മാത്രമല്ല, ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാ ഫോണിലേക്കും എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. 1-2 ദിവസം കൂടുമ്പോൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്യാൻ മടിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സെറ്റിംഗ്സിൽ പോയിട്ട് അപ്ഡേറ്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് അറിയിക്കും.